കേരള ചരിത്രത്തിൽ ബ്രിട്ടീഷ് മേധാവിത്വത്തിനെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ഏതാണെന്ന് ചോദിച്ചാൽ അതിനൊരൊറ്റ ഉത്തരമേ ഉള്ളൂ. അത് അഞ്ചുതെങ്ങ് കലാപമാണ്. ആദ്യം തന്നെ അഞ്ചുതെങ്ങ് എവിടെയാണെന്ന് നമുക്കറിയണം. തിരുവനന്തപുരം ജില്ലയിലെ ചിറയൻകീഴ് താലൂക്കിലാണ് അഞ്ചുതെങ്ങ് സ്ഥിതി ചെയ്യുന്നത്. തിരുവനന്തപുരം ജില്ലയിലെ ചിറയൻകീഴ് താലൂക്കിലാണ് അഞ്ചുതെങ്ങ് സ്ഥിതി ചെയ്യുന്നത്. 17-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടെയാണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇവിടെ തങ്ങളുടെ സ്വാധീനം ഉറപ്പിക്കുന്നത്. ഇവിടെ PSC പരീക്ഷകളിൽ എപ്പോഴും ചോദിക്കുന്നൊരു പ്രധാന ചോദ്യമുണ്ട്. അഞ്ചുതെങ്ങിൽ ബ്രിട്ടീഷുകാർക്ക് വ്യാപാര കേന്ദ്രം തുടങ്ങാൻ അനുവാദം നൽകിയ ഭരണാധികാരി ആര് എന്ന്. അതിന്റെ ഉത്തരം ആറ്റിങ്ങൽ അശ്വതി തിരുനാൾ ഉമയമ്മ റാണിയാണ്. 1684 ഉമയമ്മ റാണി ബ്രിട്ടീഷുകാർക്ക് ഇവിടെ ഒരു ഫാക്ടറി അല്ലെങ്കിൽ വ്യാപാര കേന്ദ്രം ആരംഭിക്കാൻ അനുമതി നൽകുന്നത്. പിന്നീട് 1690 ഇതേ ഉമയമ്മ റാണിയുടെ അനുവാദത്തോടെ ഇംഗ്ലീഷുകാർ ഇവിടെ ഒരു കോട്ട പണിയാൻ തുടങ്ങി. 1695 അഞ്ചുതെങ്ങ് കോട്ടയുടെ നിർമ്മാണം പൂർത്തിയാകുന്നത്. ഇവിടെ മറ്റൊരു പ്രധാന ചോദ്യം കൂടിയുണ്ട്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി കേരളത്തിൽ നിർമ്മിച്ച ആദ്യ കോട്ട ഏതാണ് എന്ന് ചോദിച്ചാൽ അത് അഞ്ചുതെങ്ങ് കോട്ടയാണ്. കോട്ടയുടെ നിർമ്മാണം പൂർത്തിയായതോടെ ബ്രിട്ടീഷുകാരുടെ യഥാർത്ഥ മുഖം പുറത്തുവന്നു. അവർ തദ്ദേശീയരായ ആളുകളോട് വളരെ മോശമായ രീതിയിൽ പെരുമാറാൻ തുടങ്ങി. കച്ചവടത്തിൽ കുത്തക സ്ഥാപിക്കാനും കുരുമുളക് ഉൾപ്പെടെയുള്ള സുഗന്ധവ്യഞ്ജനങ്ങളിൽ തദ്ദേശീയരിൽ നിന്നും വളരെ കുറഞ്ഞ വിലയ്ക്ക് തട്ടിയെടുക്കാനും അവർ ശ്രമിച്ചു. സാമ്പത്തിക ചൂഷണം മാത്രമല്ല, ഇവിടെ ജനങ്ങളുടെ ആചാരങ്ങളെയും വിശ്വാസങ്ങളെയും ബ്രിട്ടീഷുകാർ പരസ്യമായി പരിഹസിക്കാൻ തുടങ്ങിയത് വലിയ ജനരോഷത്തിന് തന്നെ കാരണമായി. ആറ്റിങ്ങൽ റാണിയുടെ കീഴിലുണ്ടായിരുന്ന പ്രാദേശിക പ്രഭുക്കന്മാരായ പിള്ളമാർക്കും കാര്യക്കാർക്കും ഇംഗ്ലീഷുകാരുടെ ഈ പെരുമാറ്റത്തോടും വളർച്ചയോടും കടുത്ത എതിർപ്പുണ്ടായിരുന്നു. ഈ ജനരോഷത്തിന് ഒടുവിൽ ഒരു വലിയ കലാപത്തിലേക്ക് വഴിമാറിയത്. ഇതിലെ പ്രധാന സംഭവങ്ങള് കലാപം നടന്ന വർഷവും തീയതിയും 1697 നവംബറിലാണ്. 1697 നവംബറിലാണ് അഞ്ചുതെങ്ങ് കലാപം നടക്കുന്നത്. അഞ്ചുതെങ്ങിലെ ഇംഗ്ലീഷ് ഫാക്ടറിയുടെ ചീഫ് അഥവാ തലവനായിരുന്ന വില്യം ഗിഫോർഡ് എന്ന ഉദ്യോഗസ്ഥന്റെ ക്രൂരമായ പെരുമാറ്റമാണ് ജനങ്ങളെ പെട്ടെന്ന് പ്രകോപിപ്പിച്ചത്. ബ്രിട്ടീഷുകാരുടെ അതിക്രമങ്ങൾ സഹിക്കവയ്യാതെ തദ്ദേശീയരായ ജനങ്ങൾ സംഘടിക്കുകയും അഞ്ചുതെങ്ങിലെ ബ്രിട്ടീഷ് കേന്ദ്രം ആക്രമിക്കുകയും ചെയ്തു. ഈ ആക്രമണത്തിൽ ഫാക്ടറി ചീഫായിരുന്ന വില്യം ഗിഫോർഡ് ഉൾപ്പെടെയുള്ള പ്രധാന ഇംഗ്ലീഷ് ഉദ്യോഗസ്ഥരെയും 70ഓളം വരുന്ന ബ്രിട്ടീഷ് സൈനികരെയും പ്രക്ഷോഭകാരികൾ വധിച്ചു. ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് കേരള മണ്ണിൽ ഏറ്റ ഏറ്റവും വലിയൊരു തിരിച്ചടിയായിരുന്നു ഇത്. കലാപത്തിനു ശേഷം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ശക്തമായ സൈനിക നടപടിയുമായി മുന്നോട്ട് വന്നു. അവർ തലശ്ശേരിയിൽ നിന്നും മറ്റ് കേന്ദ്രങ്ങളിൽ നിന്നും കൂടുതൽ സൈന്യത്തെ എത്തിച്ച് ഈ കലാപത്തെ ക്രൂരമായി അടിച്ചമർത്തുകയാണ് ഉണ്ടായത്. തുടർന്ന് 1700 ബ്രിട്ടീഷുകാർ ആറ്റിങ്ങൽ റാണിയുമായി ഒരു പുതിയ കരാറിൽ ഒപ്പുവയ്ക്കാൻ റാണിയെ നിർബന്ധിതമാക്കി. ആറ്റിങ്ങൽ കരാർ എന്നറിയപ്പെടുന്ന ഇതിലെ പ്രധാന വ്യവസ്ഥകൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കലാപത്തിൽ ബ്രിട്ടീഷുകാർക്കുണ്ടായ എല്ലാ നഷ്ടങ്ങളും റാണി നികത്തണം, അഞ്ചുതെങ്ങിലെ കോട്ട നിലനിർത്താനും അവിടെ കൂടുതൽ വ്യാപാര ആനുകൂല്യങ്ങൾ നേടാനും ബ്രിട്ടീഷുകാർക്ക് അനുവാദം ലഭിച്ചു. ഏറ്റവും പ്രധാനമായി കുരുമുളക് വ്യാപാരത്തിന്റെ പൂർണ്ണമായ കുത്തക ബ്രിട്ടീഷുകാർക്ക് കൈമാറേണ്ടി വന്നു. ഇപ്പോൾ ക്വിക്ക് റിവിഷൻ നോക്കാം. അഞ്ചുതെങ്ങ് കലാപം നടന്ന വർഷം 1697 നവംബറിലാണ്. ബ്രിട്ടീഷ് മേധാവിത്വത്തിനെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത പ്രക്ഷോഭമാണ് അഞ്ചുതെങ്ങ് കലാപം. കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത പ്രക്ഷോഭമാണ് അഞ്ചുതെങ്ങ് കലാപം. അഞ്ചുതെങ്ങിൽ കോട്ട പണിയാൻ ഇംഗ്ലീഷുകാർക്ക് അനുവാദം നൽകിയ ഭരണാധികാരിയാണ് ഉമയമ്മ റാണി. അഞ്ചുതെങ്ങ് കോട്ടയുടെ നിർമ്മാണം പൂർത്തിയായ വർഷം 1695. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി കേരളത്തിൽ നിർമ്മിച്ച ആദ്യ കോട്ടയാണ് അഞ്ചുതെങ്ങ് കോട്ട. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി കേരളത്തിൽ നിർമ്മിച്ച ആദ്യ കോട്ടയാണ് അഞ്ചുതെങ്ങ് കോട്ട. അഞ്ചുതെങ്ങ് കലാപ സമയത്ത് ഇവിടുത്തെ ഇംഗ്ലീഷ് ഫാക്ടറിയുടെ തലവനായിരുന്നു വില്യം ഗിഫോർഡ്. കലാപത്തിനു ശേഷം ബ്രിട്ടീഷുകാരും ആറ്റിങ്ങൽ റാണിയും കരാറിൽ ഏർപ്പെട്ട വർഷം 1700. ഉമയമ്മ റാണിയിൽ നിന്നും അഞ്ചുതെങ്ങിൽ കോട്ടയും പണ്ടകശാലയും പണിയാനുള്ള അനുവാദം നേടിയെടുത്ത ഇംഗ്ലീഷ് ഉദ്യോഗസ്ഥൻ ജോൺ ബ്രാബ്രോൺ ആണ്. ഫാക്ടറി ചീഫായിരുന്ന വില്യം ഗിഫോർഡിന്റെ പേര് എല്ലാവർക്കും അറിയാമെങ്കിലും അനുമതി വാങ്ങിയ ജോൺ ബ്രാബ്രോണിന്റെ പേര് ഒന്ന് ഓർത്തിരിക്കണം. ഡിഗ്രി ലെവൽ ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പം ഉമയമ്മ റാണിയിൽ നിന്നും അഞ്ചുതെങ്ങിൽ കോട്ടയും പണ്ടകശാലയും പണിയാൻ അനുവാദം നേടിയെടുത്ത ഇംഗ്ലീഷ് ഉദ്യോഗസ്ഥനാണ് ജോൺ ബ്രാബ്രോൺ. 1697 കലാപത്തിനു ശേഷം 1700 ഒപ്പുവെച്ച കരാർ പ്രകാരം ബ്രിട്ടീഷുകാർക്കുണ്ടായ നഷ്ടത്തിന് പകരമായി ആറ്റിങ്ങൽ റാണി 80,000 പണം ആണ് നഷ്ടപരിഹാരമായി നൽകേണ്ടി വന്നത്.
80,000 പണമാണ് നഷ്ടപരിഹാരം കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്ത് ബോംബെ കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട സൈനിക വ്യാപാര കേന്ദ്രമായി മാറിയത് അഞ്ചുതെങ്ങ് ആയിരുന്നു. ഇവിടെ ഒരു വലിയ മിലിറ്ററി സ്റ്റോർ ഡിപ്പോയും സ്ഥാപിച്ചിട്ടുണ്ട്. ഇനി അടുത്ത കലാപം, ആറ്റിങ്ങൽ കലാപം 1721. അഞ്ചുതെങ്ങ് കലാപം 1697, ആറ്റിങ്ങൽ കലാപം 1721. കേരള ചരിത്രത്തിൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത സായുധ കലാപം ഏതാണെന്ന് ചോദിച്ചാൽ അത് ആറ്റിങ്ങൽ കലാപമാണ്. കേരള ചരിത്രത്തിൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത സായുധ കലാപം ഏതാണെന്ന് ചോദിച്ചാൽ അത് ആറ്റിങ്ങൽ കലാപമാണ്. മുൻപ് നമ്മൾ പഠിച്ചിട്ടുള്ള അഞ്ചുതെങ്ങ് കലാപം ഒരു പ്രാദേശിക ജനരോക്ഷമായിരുന്നെങ്കിൽ ആറ്റിങ്ങൽ കലാപം എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാരെ ഇവിടുന്ന് തുടച്ചു നീക്കാൻ ലക്ഷ്യമിട്ട് നടത്തിയ വലിയൊരു സായുധ പോരാട്ടമായിരുന്നു. ആദ്യം തന്നെ ഇതിന്റെ വർഷവും തീയതിയും കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. 1721 ഏപ്രിൽ 14 ആറ്റിങ്ങൽ കലാപം നടക്കുന്നത്. 1721 ഏപ്രിൽ 14. ഈ സമയത്ത് വേണാട് ഭരിച്ചിരുന്ന രാജാവ് ആദിത്യവർമ്മയായിരുന്നു. എന്നാൽ ആറ്റിങ്ങൽ പ്രദേശത്തിന്റെ പൂർണ്ണ നിയന്ത്രണം ആറ്റിങ്ങൽ റാണിക്കായിരുന്നു. ബ്രിട്ടീഷുകാർ ആറ്റിങ്ങൽ റാണിക്ക് വർഷാവർഷം പാരിതോഷികങ്ങളും കപ്പപ്പണവും നൽകാറുണ്ടായിരുന്നു. മുൻപ് ഈ സമ്മാനങ്ങൾ കൈമാറിയിരുന്നത് നാട്ടിലെ പ്രഭുക്കന്മാരായ പിള്ളമാരും കാര്യക്കാരുമായിരുന്നു. എന്നാൽ ഈ ഇടനിലക്കാരെ ഒഴിവാക്കാനും റാണിയെ നേരിട്ട് കണ്ട് സ്വാധീനിക്കാനും ബ്രിട്ടീഷുകാർ തീരുമാനിച്ചു. ഇതാണ് വലിയൊരു പ്രശ്നങ്ങൾക്ക് കാരണമായത്. ഈ കലാപത്തിലേക്ക് നയിച്ച പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പിള്ളമാരുടെ അസംതൃപ്തി. തങ്ങളെ ഒഴിവാക്കി ബ്രിട്ടീഷുകാർ നേരിട്ട് റാണിയെ കാണാൻ ശ്രമിക്കുന്നത് തങ്ങളുടെ അധികാരത്തിന്മേലുള്ള കടന്നുകയറ്റമായി പ്രാദേശിക പ്രമുഖന്മാരായ പിള്ളമാർ കണ്ടു. ഇതിന് നേതൃത്വം നൽകിയത് കുടമൺ പിള്ളയായിരുന്നു. ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരുടെ ക്രൂരത. അഞ്ചുതെങ്ങിലെ ബ്രിട്ടീഷ് ഫാക്ടറി ചീഫ് ആയിരുന്ന വില്യം ഗിഫോർഡ് തദ്ദേശീയരായ ജനങ്ങളോട് വളരെ ക്രൂരമായി പെരുമാറിയിരുന്നു. മതപരമായ പ്രകോപനം. ഇംഗ്ലീഷുകാരുടെ ട്രാൻസ്ലേറ്ററായ ഇഗ്നേഷ്യസ് മൽപ്പാൻ എന്നയാൾ നാട്ടിലെ മുസ്ലിം ജനങ്ങളുടെ മതവിശ്വാസത്തെ വ്രണപ്പെടുത്തുന്ന രീതിയിൽ പെരുമാറിയത് ജനങ്ങളെ കൂടുതൽ പ്രകോപിപ്പിച്ചു. 1721 ഏപ്രിൽ 14 വില്യം ഗിഫോർഡിന്റെ നേതൃത്വത്തിൽ 140ഓളം വരുന്ന ബ്രിട്ടീഷ് സംഘം വലിയ സമ്മാനപതികളുമായി ആറ്റിങ്ങൽ റാണിക്ക് നേരിട്ട് നൽകാനായി അഞ്ചുതെങ്ങിൽ നിന്നും ആറ്റിങ്ങൽ കൊട്ടാരത്തിലേക്ക് പുറപ്പെട്ടു. ഇവർ കൊട്ടാരത്തിൽ എത്തി സമ്മാനങ്ങൾ കൈമാറി രാത്രി അവിടെ താമസിക്കാൻ ഒരുങ്ങി. ഈ സമയം കുടമൺ പിള്ളയുടെ നേതൃത്വത്തിലുള്ള പ്രക്ഷോഭകാരികൾ കൊട്ടാരം വളയുകയും അവർ വില്യം ഗിഫോർഡ് ഉൾപ്പെടെയുള്ള മുഴുവൻ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരെയും അവിടെ വെച്ച് ക്രൂരമായി വധിക്കുകയും ചെയ്തു. ഈ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ട ചുരുക്കം ചിലർ അഞ്ചുതെങ്ങ് കോട്ടയിലേക്ക് ഓടിപ്പോവുകയാണ് ഉണ്ടായത്. ബ്രിട്ടീഷ് ചരിത്രത്തിൽ ഇന്ത്യയിൽ അവർക്ക് നേരിടേണ്ടി വന്ന ഏറ്റവും വലിയ കൂട്ടക്കൊലകളിൽ ഒന്നായിരുന്നു ഇത്. കൊട്ടാര പരിസരത്തുണ്ടായിരുന്ന നാട്ടുപടയാളികളും കുടമൺ പിള്ളയുടെ ആളുകളും ചേർന്ന് ബ്രിട്ടീഷ് സംഘത്തെ ആക്രമിച്ചപ്പോൾ ഫാക്ടറി ചീഫായ വില്യം ഗിഫോർഡിനെ അവർ ജീവനോടെയാണ് പിടികൂടിയത്. നാക്ക് അറുത്തെടുത്ത് തദ്ദേശീയരെ നിരന്തരം അധിക്ഷേപിക്കുകയും പരിഹസിക്കുകയും ചെയ്ത വില്യം ഗിഫോർഡിന്റെ നാക്ക് പ്രക്ഷോഭകാരികൾ അറുത്തെടുക്കുകയാണ് ചെയ്തത്. അദ്ദേഹത്തിന്റെ നാക്ക് അറുത്തെടുത്ത് ഒരു തടിക്കഷ്ണത്തിൽ ആണിയടിച്ചു തറച്ച് വാമനപുരം ആറ്റിലേക്ക്, കിളിമാനൂർ ആറ്, കൊട്ടാരക്കര ആറ് എന്നൊക്കെ പറയുന്ന വാമനപുരം ആറ്റിലേക്ക് ഒഴുക്കി വിടുകയാണ് ചെയ്തത്. അതുപോലെ തന്നെ ശരീരം കഷ്ണങ്ങളെ വെട്ടിമുറിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അഴിമതികൾക്കും തൂക്കവെട്ടിപ്പുകൾക്കും ഗിഫോർഡ് കൂട്ടുനിന്ന ഇംഗ്ലീഷുകാരുടെ ട്രാൻസ്ലേറ്ററായി ഇഗ്നേഷ്യസ് മൽപ്പാൻ എന്ന പറങ്കിയെ അതീവ ക്രൂരമായി ശരീരഭാഗങ്ങൾ ഓരോന്നായി ജീവനോടെ മുറിച്ചെടുത്താണ് വധിച്ചത്. അതുപോലെ തന്നെ സൈമൺ ക്ലൗസ്, ബർട്ടൺ ഫ്ലെമിങ് അങ്ങനെ തുടങ്ങി മറ്റ് പ്രമുഖ ഉദ്യോഗസ്ഥരെയും ഇങ്ങനെയാണ് കൊലപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. ആറ്റിങ്ങൽ കൊട്ടാരത്തിന് വളരെ അടുത്തുള്ള വാമനപുരം ആറിന്റെ തീരത്തുള്ള കൊല്ലംപുഴ എന്ന സ്ഥലത്ത് വെച്ചാണ് ഈ കൂട്ടക്കൊല നടന്നിട്ടുള്ളത്. അപ്പോൾ ആറ്റിങ്ങൽ കൊട്ടാരത്തിന്റെ വളരെ അടുത്തുള്ള വാമനപുരം ആറിന്റെ തീരത്തുള്ള കൊല്ലംപുഴ എന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് ഈ കൂട്ടക്കൊല നടന്നിട്ടുള്ളതെന്ന് ആലോചിക്കാം. ആക്രമണം നടന്ന ദിവസം 1721 ഏപ്രിൽ 14 ആറ്റിങ്ങൽ കൊട്ടാരത്തിൽ വെച്ച് ഭൂരിഭാഗം പേരും കൊല്ലപ്പെട്ടെങ്കിലും അവിടെ ഉണ്ടായിരുന്ന ചില ഇംഗ്ലീഷ് ഉദ്യോഗസ്ഥരും കപ്പലിലെ ജീവനക്കാരും ഇരുട്ടിന്റെ മറവിൽ ഓടി രക്ഷപ്പെട്ടു. അവർ നേരെ ഓടിയത് അഞ്ചുതെങ്ങ് കോട്ടയിലേക്കാണ്. അഞ്ചുതെങ്ങ് കോട്ടയിലെത്തിയവർക്ക് അവിടെയും കൊട്ടാരത്തിലെ കൂട്ടക്കൊലയ്ക്ക് ശേഷം പ്രക്ഷോഭകാരികൾ അഞ്ചുതെങ്ങ് കോട്ടയും വളഞ്ഞിട്ടുണ്ട്. ഏകദേശം 6 മാസത്തോളം പ്രക്ഷോഭകാരികൾ ഈ കോട്ട ഉപരോധിക്കുകയും ചെയ്തിട്ടുണ്ട്.
കൊട്ടാരത്തിലെ ആക്രമണ വിവരം അറിഞ്ഞപ്പോൾ അഞ്ചുതെങ്ങ് കോട്ടയുടെ ചുമതലയുണ്ടായിരുന്ന ഗവർണർ ആയിരുന്നു സാമുവൽ ഇൻസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കോട്ടയിൽ അപ്പോൾ പുരുഷന്മാരെ വളരെ കുറവായിരുന്നു. ഭൂരിഭാഗം പേരും കൊല്ലപ്പെട്ടിട്ടുണ്ടായിരുന്നു. എന്നാൽ സാമുവൽ ഇൻസ് അവിടെ ഉണ്ടായിരുന്ന ബ്രിട്ടീഷ് സ്ത്രീകളെയും കുട്ടികളെയും കപ്പൽ മാർഗം സുരക്ഷിതമായി മുംബൈയിലേക്ക് അയച്ചു. അതിനുശേഷം ഉള്ള ചെറിയ സൈന്യത്തെയും തോക്കുകളെയും ഉപയോഗിച്ച് അദ്ദേഹം 6 മാസത്തോളം പ്രക്ഷോഭകാരികളെ കോട്ടയ്ക്കുള്ളിൽ കയറാൻ അനുവദിക്കാതെ ധീരമായി പ്രതിരോധിച്ചു. ഒടുവിൽ തലശ്ശേരിയിൽ നിന്നും ബോംബെയിൽ നിന്നും ബ്രിട്ടീഷ് കപ്പലുകൾ കൂടുതൽ സൈന്യം എത്തിയപ്പോഴാണ് കോട്ട പൂർണ്ണമായും ബ്രിട്ടീഷുകാരുടെ കൈകളിൽ തിരിച്ചെത്തിയത്. അതുപോലെ തന്നെ ഓർത്തിരിക്കേണ്ട ഒരു പേരാണ് ഡോക്ടർ വില്യം പിഫാർഡ് എന്ന് പറയുന്നത്. ആക്രമണത്തിൽ നിന്നും പരിക്കുകളോടെ ഓടി രക്ഷപ്പെട്ട ഇദ്ദേഹം ഒരു ബ്രിട്ടീഷ് ഡോക്ടറായിരുന്നു. ഇയാളാണ് അഞ്ചുതെങ്ങ് കോട്ടയിലുള്ളവർക്ക് കൊട്ടാരത്തിൽ നടന്ന കൂട്ടക്കൊലയുടെ വിവരം ആദ്യം എത്തിച്ചു നൽകിയത്. അപ്പം കലാപത്തിന്റെ ഫലങ്ങളും ആറ്റിങ്ങൽ ഉടമ്പടിയും നോക്കാം. കലാപത്തിന് ശേഷം ബ്രിട്ടീഷുകാർ ശക്തമായി തിരിച്ചടിച്ചു. തുടർന്ന് പുതിയ വേണാട് രാജാവായി അധികാരമേറ്റ മാർത്താണ്ഡവർമ്മയും ബ്രിട്ടീഷുകാരും തമ്മിൽ 1723 ഏപ്രിൽ 25. അപ്പോൾ സംഭവം നടന്നിട്ടുള്ളത് ആറ്റിങ്ങൽ കലാപം നടന്ന 1721 ഏപ്രിൽ 14 1723 ഏപ്രിൽ 25 ഒരു ചരിത്രപരമായ കരാർ ഒപ്പുവെച്ചു. ഇതാണ് ആറ്റിങ്ങൽ ഉടമ്പടി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഉടമ്പടിയുടെ പ്രധാന വ്യവസ്ഥകൾ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കലാപത്തിൽ കൊല്ലപ്പെട്ട ബ്രിട്ടീഷുകാരുടെ നഷ്ടം വേണാട് സർക്കാർ നികത്തണം. കലാപത്തിന് കാരണക്കാരായ പിള്ളമാരെയും അവരുടെ കൂട്ടാളികളെയും മാതൃകാപരമായി ശിക്ഷിക്കണം. കുരുമുളക് വ്യാപാരത്തിന്റെ പൂർണ്ണമായ കുത്തക ബ്രിട്ടീഷുകാർക്ക് മാത്രമായിരിക്കണം. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും ഒരു കേരളീയ ഭരണാധികാരിയും തമ്മിൽ ഒപ്പുവെക്കുന്ന ആദ്യത്തെ രേഖാമൂലമുള്ള ഒരു ഉടമ്പടിയാണ് 1723 ആറ്റിങ്ങൽ ഉടമ്പടി എന്ന് പറയുന്നത്. അപ്പൊ ആറ്റിങ്ങൽ ഉടമ്പടി എന്ന് പറയുന്ന ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും ഒരു കേരളീയ ഭരണാധികാരിയും തമ്മിൽ ഒപ്പുവെക്കുന്ന ആദ്യത്തെ രേഖാമൂലമുള്ള കരാറാണ്. ഒരു ക്വിക്ക് റിവിഷൻ നോക്കാം. ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം 1721 ഏപ്രിൽ 14. കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത സായുധ കലാപമാണ് ആറ്റിങ്ങൽ കലാപം. കലാപത്തിന് നേതൃത്വം നൽകിയ പ്രാദേശിക പ്രഭു ആരെ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കുടമൺ പിള്ള. ആറ്റിങ്ങൽ കലാപത്തിൽ കൊല്ലപ്പെട്ട അഞ്ചുതെങ്ങ് ഫാക്ടറി ചീഫ് ആര്? വില്യം ഗിഫോർഡ്. കലാപ സമയത്തെ വേണാട് രാജാവ് ആദിത്യവർമ്മ. ആറ്റിങ്ങൽ ഉടമ്പടി ഒപ്പുവെച്ച വർഷം എന്ന് 1723 ഏപ്രിൽ 25 ഒപ്പുവെച്ചത് മാർത്താണ്ഡവർമ്മയാണ്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും ഒരു കേരള ഭരണാധികാരിയും തമ്മിലുണ്ടായ ആദ്യത്തെ രേഖാമൂലമുള്ള കരാറാണ് ആറ്റിങ്ങൽ കരാർ എന്ന് പറയുന്നത്, ആറ്റിങ്ങൽ ഉടമ്പടി എന്ന് പറയുന്നത്. കുളച്ചൽ യുദ്ധം 1741. ഒരു യൂറോപ്യൻ നാവിക ശക്തിയെ പരാജയപ്പെടുത്തിയ ആദ്യത്തെ ഏഷ്യൻ ഭരണാധികാരി എന്ന പദവി മാർത്താണ്ഡവർമ്മയ്ക്ക് നേടിക്കൊടുത്തത് കുളച്ചൽ യുദ്ധമാണ്. കുളച്ചൽ യുദ്ധം നടന്ന വർഷം നോക്കാം. 1741 ഓഗസ്റ്റ് 10 കുളച്ചൽ യുദ്ധം നടക്കുന്നത്. തിരുവിതാംകൂർ മഹാരാജാവായിരുന്ന അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിലായിരുന്നു ഈ യുദ്ധം. മാർത്താണ്ഡവർമ്മ രാജാവ് തന്റെ രാജ്യാതിർത്തികൾ വ്യാപിപ്പിക്കുകയും കുരുമുളക് വ്യാപാരം പൂർണ്ണമായി തിരുവിതാംകൂർ സർക്കാരിന്റെ കുത്തകയാക്കി മാറ്റുകയും ചെയ്തതാണ് ഡച്ചുകാരെ പ്രകോപിപ്പിച്ചത്. ഇത് അവരുടെ സുഗന്ധവ്യഞ്ജന വ്യാപാരത്തെ ദോഷകരമായി ബാധിച്ചു. തുടർന്ന് അന്നത്തെ ഡച്ച് ഗവർണറായിരുന്ന ഇംഹോഫ് പിടിച്ചടക്കിയ പ്രദേശങ്ങൾ തിരിച്ചു നൽകിയില്ലെങ്കിൽ വേണാട് ആക്രമിക്കുമെന്ന് മാർത്താണ്ഡവർമ്മയെ ഭീഷണിപ്പെടുത്തി. എന്നാൽ ഈ ഭീഷണിക്ക് വഴങ്ങാൻ മാർത്താണ്ഡവർമ്മ തയ്യാറായിരുന്നില്ല. ഇതിനെ തുടർന്ന് ഡച്ചുകാർ ശ്രീലങ്കയിൽ നിന്നും കൂടുതൽ നാവിക സേനയെ എത്തിച്ച് കന്യാകുമാരിയിലെ കുളച്ചൽ തീരം പിടിച്ചടക്കുകയാണുണ്ടായത്. മാർത്താണ്ഡവർമ്മയും അദ്ദേഹത്തിന്റെ വിശ്വസ്തനായ രാമയ്യൻ ദളവയും ചേർന്ന് കുളച്ചൽ തീരത്ത് വെച്ച് ഡച്ച് സൈന്യത്തെ നേരിട്ടു. ഈ യുദ്ധത്തിൽ തിരുവിതാംകൂർ സൈന്യത്തിന്റെ വിജയത്തിന് കാരണമായ ചില പ്രധാന ഘടകങ്ങൾ: മൺസൂൺ മഴയുടെ സ്വാധീനം. യുദ്ധം നടന്ന ഓഗസ്റ്റ് മാസം കടുത്ത കാലവർഷ സമയമായിരുന്നു. കനത്ത മഴ കാരണം ഡച്ചുകാരുടെ തോക്കുകളിൽ ഉപയോഗിക്കുന്ന വെടിമരുന്ന് നനഞ്ഞു പോവുകയും അവർക്ക് കൃത്യമായി വെടിയുതിർക്കാൻ സാധിക്കാതെ വരികയും ചെയ്തു. ഇത് തിരുവിതാംകൂർ സൈന്യത്തിന് അനുകൂലമായി മാറുകയാണ് ഉണ്ടായത്. ഡമ്മി പീരങ്കി. തിരുവിതാംകൂർ സൈന്യത്തിന് ആവശ്യത്തിന് പീരങ്കികൾ ഇല്ലാതിരുന്നതിനാൽ മാർത്താണ്ഡവർമ്മ ധാരാളം തെങ്ങിൻ തടികൾ മുറിച്ച് അവ കാളവണ്ടികളിൽ വരിവരിയായി കെട്ടിവെച്ചു. ദൂരെ നിന്ന് നോക്കിയാൽ വലിയ പീരങ്കികളാണെന്ന് തെറ്റിദ്ധരിച്ച് ഡച്ച് സൈന്യത്തിൽ ഭീതി ഉണ്ടാക്കാൻ ഈ തന്ത്രത്തിന് സാധിച്ചു. ആയുധപ്പുര തകർത്ത വെടിവയ്പ്. യുദ്ധത്തിനിടയിൽ തിരുവിതാംകൂർ സൈന്യം മുതിർത്ത ഒരു പീരങ്കിയുണ്ട ഡച്ചുകാരുടെ പ്രധാന ഭക്ഷണശാലയ്ക്കും
ആയുധപ്പുരയ്ക്ക് മുകളിൽ കൃത്യമായി പതിച്ചു. അതോടെ ആയുധങ്ങളും ഭക്ഷണവും കത്തിയമർന്ന് ഡച്ച് സൈന്യം വലിയ പ്രതിസന്ധിയിലായി. തുടർച്ചയായി നടന്ന യുദ്ധത്തിനൊടുവിൽ 1741 ഓഗസ്റ്റ് 10 ഡച്ച് സൈന്യം പൂർണ്ണമായും ആയുധം വെച്ച് കീഴടങ്ങി. യുദ്ധാവസാനം 381 മസ്കറ്റ് തോക്കുകളും നിരവധി പീരങ്കികളുമാണ് തിരുവിതാംകൂർ സൈന്യം ഡച്ചുകാരിൽ നിന്നും പിടിച്ചെടുത്തത്. വലിയ കപ്പിത്താൻ എന്ന് വിളിക്കുന്നത് എസ്തേഷ്യസ് ഡി ലിനോയാണ്. കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മയുടെ സൈന്യം 24 ഡച്ച് ഉദ്യോഗസ്ഥരെ തടവുകാരായി പിടികൂടി. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയായിരുന്ന ഡച്ച് കപ്പലിന്റെ കമാൻഡർ ആയിരുന്ന ഫ്രഞ്ച് സ്വദേശിയാണ് ഡി ലിനോയ് എന്ന് പറയുന്നത്. മാർത്താണ്ഡവർമ്മ അദ്ദേഹത്തെ തടവുകാരനാക്കുന്നതിന് പകരം അദ്ദേഹത്തിന്റെ സൈനിക വിദ്യകൾ മനസ്സിലാക്കി തിരുവിതാംകൂർ സൈന്യത്തിന്റെ തലവനായി നിയമിക്കുകയാണ് ഉണ്ടായത്. നാട്ടുകാർ ഇദ്ദേഹത്തെ വലിയ കപ്പിത്താൻ എന്ന് വിളിച്ചു. തിരുവിതാംകൂർ സൈന്യത്തെ യൂറോപ്യൻ രീതികളിൽ തോക്കുകളും പീരങ്കികളും ഉപയോഗിക്കാൻ പരിശീലിപ്പിച്ചത് ഡിനോയ് ആണ്. തിരുവിതാംകൂറിന്റെ വിഖ്യാതമായ സുരക്ഷാ കോട്ടയായ നെടുങ്കോട്ട, ഉദയഗിരിക്കോട്ട എന്നിവ പുനർനിർമ്മിക്കാൻ മാർത്താണ്ഡവർമ്മയെ സഹായിച്ചതും ഡി ലിനോയ് ആണ്. ഡി ലിനോയുടെ കല്ലറ ഇന്നും കന്യാകുമാരിയിലെ ഉദയഗിരി കോട്ടയ്ക്കുള്ളിൽ സ്ഥിതി ചെയ്യുന്നുണ്ട്. കുളച്ചൽ യുദ്ധത്തോടെ ഇന്ത്യയിൽ ഡച്ചുകാരുടെ രാഷ്ട്രീയപരമായ പതനം പൂർണ്ണമായി. പിന്നീട് അവർക്ക് ഇന്ത്യയിൽ ഒരിടത്തും ഭരണം പിടിച്ചെടുക്കാൻ സാധിച്ചില്ല. ഇതിന്റെ തുടർച്ചയായ 1753 മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ ചരിത്രപ്രധാനമായ മാവേലിക്കര ഉടമ്പടി ഒപ്പുവെച്ചു. ഈ കരാർ പ്രകാരം ഡച്ചുകാർ കേരളത്തിലെ മറ്റ് രാഷ്ട്രീയ കാര്യങ്ങളിൽ ഇനി ഇടപെടില്ല എന്ന് സമ്മതിച്ചു. 1753 മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ ചരിത്രപ്രധാനമായ ഒരു ഉടമ്പടി ഒപ്പുവെച്ചിട്ടുണ്ട്. അതാണ് മാവേലിക്കര ഉടമ്പടി എന്ന് പറയുന്നത്. ഇനി ക്യുക്കായിട്ട് റിവിഷൻ നോക്കാം. കുളച്ചൽ യുദ്ധം നടന്ന വർഷം 1741 ഓഗസ്റ്റ് 10 മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിലാണ് ഇത് നടന്നിട്ടുള്ളത്. ഒരു യൂറോപ്യൻ നാവികസേനയെ പരാജയപ്പെടുത്ത ആദ്യത്തെ ഏഷ്യൻ ഭരണാധികാരിയാണ് മാർത്താണ്ഡവർമ്മ. കുളച്ചൽ തീരത്ത് ഇന്നും ഇതിന്റെ ഓർമ്മയ്ക്കായി വിക്ടറി പില്ലർ കാണാൻ പറ്റുന്നുണ്ട്. യുദ്ധത്തിൽ ഡച്ചുകാരിൽ നിന്നും പിടിച്ചെടുത്ത തോക്കുകളുടെ എണ്ണം 389 മസ്കറ്റുകൾ. വലിയ കപ്പിത്താൻ എന്നറിയപ്പെടുന്ന ഡി ലിനോയുടെ കല്ലറ സ്ഥിതി ചെയ്യുന്ന ഉദയഗിരി കോട്ട തമിഴ്നാട്. മാവേലിക്കര ഉടമ്പടി നടന്ന വർഷം 1753. ഇനി അടുത്തത് ശ്രീരംഗപട്ടണം സന്ധി. ശ്രീരംഗപട്ടണം സന്ധി 1792. കേരള ചരിത്രത്തിലും ഇന്ത്യൻ ചരിത്രത്തിലും ഒരുപോലെ ആവർത്തിച്ചു ചോദിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഉടമ്പടിയാണ് ശ്രീരംഗപട്ടണം സന്ധി. മൂന്നാം ആംഗ്ലോ മൈസൂർ യുദ്ധത്തിന്റെ ഫലമായി ഒപ്പുവെക്കപ്പെട്ട ഈ കരാറിലൂടെയാണ് ബ്രിട്ടീഷുകാർ മലബാർ പ്രദേശങ്ങളിൽ തങ്ങളുടെ പൂർണ്ണമായ അധികാരം ഉറപ്പിക്കുന്നത്. മൂന്നാം ആംഗ്ലോ മൈസൂർ യുദ്ധത്തിന്റെ ഫലമായി ഒപ്പുവെക്കപ്പെട്ട ഈ കരാറിലൂടെയാണ് ബ്രിട്ടീഷുകാർ മലബാർ പ്രദേശങ്ങളിൽ തങ്ങളുടെ പൂർണ്ണമായ അധികാരം ഉറപ്പാക്കുന്നത്. ആദ്യം തന്നെ ഈ ഉടമ്പടി ഒപ്പുവെച്ച വർഷം നോക്കാം. 1792 മാർച്ച് 18 ശ്രീരംഗപട്ടണം സന്ധി ഒപ്പുവെക്കുന്നത്. മൂന്നാം ആംഗ്ലോ മൈസൂർ യുദ്ധത്തിന്റെ സമാപ്തി കുറിച്ചുകൊണ്ടാണ് ഈ കരാർ ഉണ്ടാവുന്നത്. മൈസൂർ ഭരണാധികാരിയായിരുന്ന ടിപ്പു സുൽത്താനും ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും തമ്മിലുണ്ടായിരുന്ന ഈ ചരിത്രപ്രധാനമായ കരാർ ഒപ്പുവെക്കപ്പെട്ടത്. ഈ സമയത്ത് ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആയിരുന്നു കോൺവാലിസ് പ്രഭു. ഈ ശ്രീരംഗപട്ടണം സന്ധി ഒപ്പുവെക്കുന്ന സമയത്ത് ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആരായിരുന്നു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് കോൺവാലിസ് പ്രഭു ആണ്. ടിപ്പു സുൽത്താനെതിരെ ബ്രിട്ടീഷുകാർക്കൊപ്പം ഹൈദരാബാദ് നിസാമും മറാഠികളും ഈ യുദ്ധത്തിൽ സഖ്യത്തിലായിരുന്നു. യുദ്ധത്തിൽ പരാജയപ്പെട്ട ടിപ്പു സുൽത്താനുമേൽ കടുത്ത നിബന്ധനകളാണ് ബ്രിട്ടീഷുകാർ ഈ ഉടമ്പടിയിലൂടെ അടിച്ചേൽപ്പിച്ചത്. ഭൂപ്രദേശങ്ങളുടെ കൈമാറൽ. ടിപ്പു സുൽത്താന്റെ കൈവശമുണ്ടായിരുന്ന രാജ്യത്തിന്റെ പകുതിയോളം ഭാഗം ബ്രിട്ടീഷുകാർക്കും അവരുടെ സഖ്യകക്ഷികൾക്കുമായി വിട്ടുകൊടുക്കേണ്ടി വന്നു. യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർക്കുണ്ടായ നഷ്ടത്തിന് പകരമായി 3.3 കോടി രൂപ ടിപ്പു സുൽത്താൻ നഷ്ടപരിഹാരമായി നൽകണമായിരുന്നു. അതുപോലെ തന്നെ ഈ ഭീമമായ തുക മുഴുവനായി അടച്ചു തീർക്കുന്നവരെ ടിപ്പു സുൽത്താന്റെ 2 ആൺമക്കളെ അബ്ദുൽ ഗാലിബിനെയും അതുപോലെ തന്നെ മുയിസുദ്ദീനെയും ബ്രിട്ടീഷുകാർ തടവുകാരായി പിടിച്ചു വെച്ചിട്ടുണ്ട്. ഈ ഉടമ്പടി കേരള ചരിത്രത്തിൽ പ്രത്യേകിച്ച് മലബാർ മേഖലയിൽ വലിയൊരു വഴിത്തിരിവായിരുന്നു. മലബാർ ബ്രിട്ടീഷ് അധീനതയിലായി. ശ്രീരംഗപട്ടണം ഉടമ്പടി ഒപ്പുവെക്കുന്നതോടെ ടിപ്പു സുൽത്താൻ മലബാർ പ്രദേശം പൂർണ്ണമായും ബ്രിട്ടീഷുകാർക്ക് വിട്ടുകൊടുക്കുകയാണ് ഉണ്ടായത്. ഇതോടെയാണ് മലബാറിൽ ബ്രിട്ടീഷ് ഭരണം നേരിട്ട് ആരംഭിക്കുന്നത്. അപ്പം നമുക്കിപ്പോൾ അടുത്ത ചോദിച്ചൊരു ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഏത് പ്രദേശത്താണ് ബ്രിട്ടീഷുകാർ
നേരിട്ട് ഭരണം നടത്തിയിട്ടുള്ളത്. അത് മലബാറാണ്. അപ്പം ശ്രീരംഗപട്ടണം സന്ധി ഒപ്പുവെക്കുന്നതോടെ മലബാർ ബ്രിട്ടീഷ് പൂർണ്ണമായും വിട്ടുകൊടുക്കുകയാണ് ഉണ്ടായത്. ഇതോടെ മലബാറിൽ ബ്രിട്ടീഷ് ഭരണം നേരിട്ട് ആരംഭിച്ചു. പഴശ്ശി രാജാവിന്റെ പ്രകോപനം കോട്ടയം പ്രദേശം ടിപ്പുവിൽ നിന്നും ബ്രിട്ടീഷുകാരുടെ കൈകളിലെത്തിയതോടെ അവർ അവിടുത്തെ നികുതി പിരിവ് ചുമതല പഴശ്ശി രാജാവിനെ മറികടന്ന് അദ്ദേഹത്തിന്റെ അമ്മാവനായ കുറുമ്പ്രനാട് രാജാവിന് നൽകി. ഈ ഒരു നീക്കമാണ് പിന്നീട് ചരിത്ര പ്രസിദ്ധമായ പഴശ്ശി വിപ്ലവങ്ങൾക്ക് വഴിമരുന്നിട്ടത്. നികുതി പിരിവിനുള്ള അവകാശം പഴശ്ശി രാജാവിന്റെ അമ്മാവനായ കുറുമ്പ്രനാട് രാജാവിന് നൽകിയതോടെ പഴശ്ശി വിപ്ലവങ്ങൾക്കും തുടക്കം കുറിച്ചു. ഇപ്പം ശ്രീരംഗപട്ടണം സന്ധി ഒപ്പുവെച്ച വർഷം 1792 മാർച്ച് 18-നാണ്. ശ്രീരംഗപട്ടണം സന്ധി ഒപ്പുവെച്ചത് 1792 മാർച്ച് 18-നാണ്. ഏത് യുദ്ധത്തിന്റെ ഫലമായാണ് ഇത് ഒപ്പുവെച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 3-ാം ആംഗ്ലോ മൈസൂർ യുദ്ധത്തിന്റെ ഫലമായിട്ട് ടിപ്പു സുൽത്താനും ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും തമ്മിലാണ് കരാർ ഒപ്പുവെച്ചത്. കരാർ സമയത്ത് ബ്രിട്ടീഷ് ഗവർണർ ജനറൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോൺവാലിസ് പ്രഭു. ഈ ഉടമ്പടി പ്രകാരം ബ്രിട്ടീഷുകാർക്ക് ലഭിച്ച കേരളത്തിലെ പ്രദേശമാണ് മലബാർ. ടിപ്പു സുൽത്താന് നൽകേണ്ടി വന്ന യുദ്ധനഷ്ടപരിഹാര തുക 3.3 കോടി രൂപയാണ്. അതുപോലെ തന്നെ മലബാർ സൂപ്പർവൈസറി കമ്മീഷനെ പറ്റിയും ചോദിക്കാം. 1792 ശ്രീരംഗപട്ടണ സന്ധിക്ക് ശേഷം മലബാർ പ്രദേശം ഭരിക്കാനും അവിടുത്തെ നികുതി വ്യവസ്ഥകൾ പഠിക്കാനും ബ്രിട്ടീഷുകാർ ഒരു കമ്മീഷനെ നിയമിച്ചു. ഇതാണ് മലബാർ സൂപ്പർവൈസറി കമ്മീഷൻ അല്ലെങ്കിൽ ജോയിന്റ് കമ്മീഷൻ എന്നറിയപ്പെടുന്നത്. ശ്രീരംഗപട്ടണം സന്ധിക്ക് ശേഷം മലബാർ പ്രദേശം ഭരിക്കാനും അവിടുത്തെ നികുതി വ്യവസ്ഥകൾ പഠിക്കാനും ബ്രിട്ടീഷുകാർ ഒരു കമ്മീഷനെ നിയമിച്ചു. ഇതാണ് മലബാർ സൂപ്പർവൈസറി കമ്മീഷൻ അല്ലെങ്കിൽ ജോയിന്റ് കമ്മീഷൻ. ബോംബെ, ബംഗാൾ എന്നീ പ്രവിശ്യകളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരാണ് ഇതിലുണ്ടായിരുന്നത്. വില്യം കെയ്ൻ, അലക്സാണ്ടർ ഡൗ എന്നിവർ ഇതിലെ പ്രധാനികളായിരുന്നു. മലബാറിനെ ബോംബെ ഗവർണറുടെ കീഴിലാക്കാൻ ശുപാർശ ചെയ്തത് ഈ കമ്മീഷനാണ്. അപ്പം ശ്രീരംഗപട്ടണം സന്ധിയിലൂടെ കേരളത്തിലെ മലബാർ മാത്രമല്ല ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നത് തമിഴ്നാട്ടിലെയും കർണാടകത്തിലെയും പ്രധാന ഭാഗങ്ങളും ഇതിലൂടെ അവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഡിണ്ടിഗല്, ബാരാമഹല് എന്നീ തമിഴ്നാട് പ്രദേശങ്ങളും ഈ സന്ധിയിലൂടെയാണ് ടിപ്പുവിൽ നിന്നും ബ്രിട്ടീഷുകാരുടെ കൈകളിലെത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ കൂർഗ് രാജാവുള്ള സ്വാതന്ത്ര്യമുണ്ട്. ടിപ്പു സുൽത്താന്റെ കടുത്ത ശത്രുവും ബ്രിട്ടീഷുകാരുടെ സഖ്യകക്ഷിയുമായിരുന്ന കുടക് ഭരണാധികാരി വീരരാജേന്ദ്രന് മൈസൂരിന്റെ മേധാവിത്വത്തിൽ നിന്നും സ്വാതന്ത്ര്യം നൽകാൻ ഈ കരാറിലൂടെ ടിപ്പു നിർബന്ധിതനായി.